രാവിലെ 10 മണിക്ക് എക്സൈസ് ആസ്ഥാനത്തെത്തിയാണ് DGP ഋഷിരാജ് സിംഗ് ചുമതല ഏറ്റെടുത്തത്. എക്സൈസ് മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും നടത്തിയ കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ കർശനമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വാറ്റുചാരായം, അനധികൃത മദ്യവിൽപ്പന, സ്പിരിറ്റ് കടത്ത് എന്നീ കുറ്റകൃത്യങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. പരിശോധനകൾ കൂടുതലാക്കുക എന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ പുറത്തുനിന്ന് IMFL സാധനങ്ങൾ നമ്മുടെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ കർശനമായി നമ്മൾ തടയേണ്ടതാണ്. പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നവർ നിയമ നടപടി നേരിടേണ്ടി വരും. കള്ളുഷാപ്പ് ലൈസൻസ് വെച്ച് അനധികൃത വിൽപ്പന നടത്തുന്നത് തടയുമെന്നും എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. ഒരു വർഷത്തിൽ ഏകദേശം നമ്മുടെ 15,000 മുതൽ 20,000 കേസുകളാണ് എക്സൈസ് ആക്ടിലൊക്കെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് 50ഓളം ഒരു ദിവസം ഏകദേശം. പിന്നെ ലഹരി മരുന്നിൻ്റെ കേസാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ നോക്കുമ്പോൾ 700 കേസ് മാത്രമേ എടുത്തുള്ളൂ. അതായത് 2 കേസ് ഒരു ദിവസം. അതൊക്കെ പോരാ. ഈ നമ്പറുകൾ തീർച്ചയായിട്ടും നമ്മൾ കൂട്ടാൻ പോകുന്നു. ലഹരിമരുന്നിനും കഞ്ചാവിനുമെതിരെ പരിശോധനകൾ കർശനമാക്കുന്നതിനു പുറമെ ഇവയുടെ ഉപയോഗം തടയാൻ പ്രവർത്തിക്കുന്ന ജനകീയ സമിതികൾ ശക്തിപ്പെടുത്തുമെന്നും ഋഷിരാജ് സിംഗ് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാൻ തന്റെ ഔദ്യോഗിക മൊബൈലിൽ വിളിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.